അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ടവരെ, റമദാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നോമ്പിൻ്റെ മഹത്വങ്ങളും നേട്ടങ്ങളും ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയുമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതാനും ചിലത് മാത്രം ഓർമ്മപ്പെടുത്താനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വിശ്വാസിക്ക് അവൻ്റെ നന്മയ്ക്ക്, അവരുടെ ഏതൊരു നന്മയ്ക്കും 10 മുതൽ 700 മടങ്ങ് വരെ പ്രതിഫലം നാം നൽകുന്നതാണ്. ഇല്ല സൗം ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി. നോമ്പ് ഒഴികെ, ആ നോമ്പിൽ എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം നാം നൽകുന്നതാണ്. കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് ഓഫർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. ഒന്ന്, അവൻ നോമ്പ് തുറക്കുമ്പോഴും, രണ്ടാമത്തത് ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ കണ്ടുമുട്ടുമ്പോഴുമാണ്. നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണ്ടുമുട്ടുമ്പോഴുള്ള ഒരു വിശ്വാസിയുടെ സന്തോഷത്തെയാണ് ഓർമ്മപ്പെടുത്തിയത്. മൂന്നാമത്തത്, നരകശിക്ഷയിൽ നിന്ന്, നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഖത്തെ ഒരു നോമ്പ് കൊണ്ട് 70 ഖരീഫ 70 വർഷക്കാല വഴിദൂരം അകറ്റി നിർത്തും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ നോമ്പുകാരൻ്റെ വായുടെ നാറ്റം എന്നുള്ളത് നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെയും പുറമെ നാളെ യൗമുൽ ഖിയാമത്തിൽ ശഫാഅത്തിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഖുർആനും നോമ്പും കടന്നു വരുമെന്ന്, എനിക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ കാരണമാണ് എന്നെ അവരുടെ ആഗ്രഹങ്ങളെ, ഹലാലായ ഇച്ഛകളെ, ഭക്ഷണ പാനീയങ്ങളെ മാറ്റി നിർത്തിയത് എന്ന് ഷഫാഅത്ത് ചെയ്യുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നാം ഒരുപാട് കേട്ട് പരിചിതമായിട്ടുള്ള മറ്റൊരു ഹദീസ് കൂടി നമുക്കറിയാം. ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിക്കുകയാണ്, ഈമാനൻ വഹ്തിസ്വാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, വിശ്വാസത്തോടും പ്രതിഫലോച്ചയോടും കൂടിയിട്ട് നോമ്പനുഷ്ഠിക്കുന്നുവെങ്കിൽ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഏവർക്കും, നമ്മുടെ പ്രിയപ്പെട്ടവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.